ത്രേസ്യ മുൻപ് പറഞ്ഞുകൊടുത്ത വഴിയിലൂടെ ദേവൻ യാത്ര ചെയ്യുകയാണ്. മെയിൻ റോഡിൽ നിന്നും കരിമ്പിൻകാടും കഴിഞ്ഞ് കാട്ടിലൂടെയാണ് വഴി പോകുന്നത്. ഇതിനുള്ളിലെ വീടോ? വിശ്വസിക്കാൻ കഴിയുന്നില്ല. വഴിയിൽ തടസ്സമായി ഒരു പിക്കപ്പ് വാൻ കിടക്കുന്നു. അതിൽ ചാരി നിൽക്കുകയാണ് സിഗരറ്റ് വലിച്ചുകൊണ്ട് ജോൺകുട്ടി. ഹേയ്, സാറെന്താ ഇവിടെ? ഞാനൊരാളെ കാണാൻ വന്നതാ. ആരെ കാണാനാ സാറേ? ത്രേസ്യ ചേച്ചിയെ. ത്രേസ്യ ചേച്ചിയോ അതോ ചേച്ചിയുടെ മോൾ ആൻസിയെയോ? താൻ അനാവശ്യം പറയരുത്. അനാവശ്യം പറഞ്ഞതല്ല സാറേ, സാറ് തെറ്റാണ് ചെയ്യണത്. അതിന്റെ ഫലം വളരെ ഭയാനകമായിരിക്കും. എനിക്ക് സാറിന്റെ കാര്യത്തില് സഹതാപമുണ്ട്. സാറ് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. മടങ്ങിപ്പോകൂ സാറേ. സാറിന്റെ നല്ലതിനാണ് ഞാൻ പറയണത്. ഇവിടുന്ന് എസ്റ്റേറ്റിലേക്ക് മടങ്ങിപ്പോവൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ആരും. നിങ്ങൾക്ക് ആരെയും മനസ്സിലാക്കാനുള്ള കഴിവുമില്ല. ചെയ്യാമെന്ന ജോലിയിൽ ഇത് പെടില്ല. അതുകൊണ്ട് മടങ്ങിപ്പോകൂ. ഞാൻ സാറിന്റെ നന്മയ്ക്കായാ പറയുന്നേ. വീട്ടിൽ ആളുകളില്ലേ നിങ്ങളെ കാത്തിരിക്കാൻ? ജോൺകുട്ടി, ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ല, അറിയണമെന്നുമില്ല. പക്ഷേ ത്രേസ്യ ചേച്ചിയെ എനിക്ക് കാണണം. കണ്ടിട്ടേ പോവുകയുള്ളൂ. തടയാതിരിക്കുന്നതാണ് തനിക്ക് നല്ലത്. തടയാൻ ഞാൻ ആരാ സാറേ? ഒരു എസ്റ്റേറ്റ് ഡ്രൈവർ. സാർ എന്താന്ന് വെച്ചാൽ ചെയ്തോ. എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഒന്നും. ജോൺകുട്ടി വഴിയിൽ നിന്നും വണ്ടിയെടുത്തുകൊണ്ട് എവിടേക്കോ ചീറിപ്പാഞ്ഞുപോയി. ഇയാൾ മനുഷ്യനോ അതോ പിശാചോ? സൗഹൃദത്തിലൂടെ നൽകുന്നത് താക്കീതോ? ബഹുമാനത്തിലൂടെ നൽകുന്നത് ഭീഷണിയോ? ആരാണിയാൾ? ദേവനാ വഴിയിലൂടെ കുറച്ചുകൂടി മുൻപോട്ട് പോയപ്പോൾ 7 അടി ഉയരത്തിൽ ചുറ്റും കമ്പിവേലി കെട്ടിയ ഒരു പഴയ വീട് കണ്ടു. ഇതെന്താണ് ഇത്രയും ഉയരത്തിൽ കമ്പിവേലി കെട്ടിയിരിക്കുന്നത്? ഇത് മാനസികാരോഗ്യ കേന്ദ്രമാണോ? ബൈക്ക് നിർത്തിക്കൊണ്ട് ഒരാൾക്ക് മാത്രം കടക്കാൻ കഴിയുന്ന ഇടുങ്ങിയ കവാടത്തിലൂടെ ദേവൻ വീട്ടുമുറ്റത്തേക്ക് കടന്നു. ദേവനെ കണ്ട് ആൻസി അകത്തേക്കോടി. വീടിന്റെ ഉള്ളിൽ നിന്നും ആരുടെയോ ചുമയും സംസാരവും കേൾക്കുന്നുണ്ട്. ദേവൻ വീടിന്റെ പൊട്ടിപ്പൊളിഞ്ഞ പൂമുഖത്തെത്തി. ആരുമില്ലേ? ആൻസി, ഞാനാ, ദേവനാ. ത്രേസ്യ ചേച്ചി എവിടെ? എന്നാൽ ആൻസിക്ക് പകരം പുറത്തേക്ക് വന്നത് 6 സ്ത്രീകളാണ്. എല്ലാവരും 50ഓ 55ഓ കഴിഞ്ഞവരാണ്. അവരെല്ലാം ദേവനെ സ്നേഹത്തോടെ നോക്കി. കൂട്ടത്തിൽ മുതിർന്ന സ്ത്രീ ദേവനോട് സംസാരിക്കാൻ തുടങ്ങി. മോൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ത്രേസ്യേച്ചിയെ കാണാൻ. ഇവിടേക്ക് വരാൻ പാടില്ലെന്ന് മോൻ അറിയില്ലേ? ഇല്ല, അറിയില്ല. ഇവിടെ എന്താ പ്രശ്നം? മോൻ വേഗം തിരികെ പോവാൻ നോക്ക്. വേഗം പോ മോനെ. പോകാം. ത്രേസ്യേച്ചി കിടക്കുവാണോ? എന്താ അവർക്ക് പറ്റിയത്? 6 സ്ത്രീകളിൽ ഒരു സ്ത്രീ അകത്തേക്ക് പോയി. ഉടനെ തിരിച്ചു വന്നു. ആ സ്ത്രീ മുതിർന്ന സ്ത്രീയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. അവർ ദേവനെ അകത്തേക്ക് വിളിച്ചു. വരൂ, ത്രേസ്യ അകത്തുണ്ട്. ആ സ്ത്രീകളുടെ കുഴിഞ്ഞ കണ്ണുകളിലേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് ദേവൻ കരുതലോടെ അകത്തേക്ക് കടന്നു. വേണ്ടത്ര വെളിച്ചമില്ലാത്ത വലിയൊരു ഇരുട്ടുമുറിയായിരുന്നു അത്. അവിടെ മെഴുകുതിരി കത്തിച്ചു വെച്ചിരിക്കുന്നു. അപ്പോഴാണ് ആ വീട്ടിൽ കറണ്ടില്ല എന്നുള്ള കാര്യം ദേവന് മനസ്സിലായത്. ജനാലകൾ തുറന്നിട്ടിട്ട് പോലും വേണ്ടത്ര വെളിച്ചം ഉള്ളിലേക്ക് കടക്കാത്ത വിധം കാടാണ് ചുറ്റും. കുറച്ചു മാറി ഒരു കീറ പുൽപ്പായിൽ ത്രേസ്യ വിറച്ചുകൊണ്ട് കിടപ്പാണ്. എന്താ നിങ്ങൾക്ക് പറ്റിയേ? ത്രേസ്യ കണ്ണുമടച്ചുകൊണ്ട് ഞരങ്ങാൻ തുടങ്ങി. അമ്മച്ചിക്ക് പനിയാ ചേട്ടാ. മരുന്ന് കൊടുത്തില്ലേ? ഇവിടെ മരുന്നൊന്നുമില്ല. പുറകിൽ അപ്പോഴേക്കും ആ 6 സ്ത്രീകൾ വന്നു ചേർന്നു. അവരിലെ മുതിർന്ന സ്ത്രീ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ പേര് ഭവാനി. മോനെപ്പറ്റി ത്രേസ്യ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇവിടുത്തെ പണിക്കാരാണ് മോനെ. അപ്പോ നിങ്ങളുടെ വീട്ടുകാരല്ലേ ഇവിടെ? ഇവിടെ എല്ലാവരും ഒരുമിച്ച് താമസിച്ചുകൊണ്ടാണോ ജോലി ചെയ്യുന്നത്? ഞങ്ങൾക്ക് നാടില്ല, വീടില്ല. കൂടുതലൊന്നും പറയാനും വയ്യ മോനെ. നമുക്ക് ത്രേസ്യേച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഇവിടെ ആശുപത്രിയൊന്നും ഇല്ല ചേട്ടാ. തൽക്കാലം അമ്മച്ചിക്കൊരു ഇഞ്ചിച്ചായ ഉണ്ടാക്കി കൊടുക്കാൻ ആൻസി. പനി കുറയും. ഭവാനി ത്രേസ്യയുടെ കഴുത്തിൽ കൈവച്ച് നോക്കി. രാവിലെ നല്ല പനിയായിരുന്നു മോനെ. ഇപ്പോഴാ കുറച്ച് കുറഞ്ഞത്. ഞങ്ങള് ചത്താലെന്താ ജീവിച്ചാലെന്താ? ഇവിടെ കിടന്ന് ചാവാനാവും വിധി. മറ്റ് സ്ത്രീകൾ ഭവാനിയെ നോക്കി കണ്ണുരുട്ടി. ഞങ്ങള് തോട്ടത്തിൽ പണിക്ക് പോവാ മോനെ. ഇപ്പൊ തന്നെ വൈകി. മോൻ ഇപ്പൊ പോവൂലോ അല്ലേ? ഞാൻ ഇറങ്ങുവാ. അവർ വീട്ടിൽ നിന്നും ഇറങ്ങി. സ്ത്രീകൾ ദേവനെ തിരിഞ്ഞു നോക്കി പിറുപിറുത്തുകൊണ്ട് നടന്നു. ദേവൻ
ത്രേസ്യയുടെ അടുത്തിരുന്നു. ആൻസി ഇഞ്ചിച്ചായ കൊണ്ടുവന്ന് ത്രേസ്യയ്ക്ക് നൽകി. ത്രേസ്യയെ ആൻസി പതിയെ താങ്ങി. ത്രേസ്യ ചായ കുടിച്ചുകൊണ്ട് നെടുവീർപ്പിട്ടു. ഒന്ന് വിയർത്തതോടെ പനി കുറഞ്ഞു. ത്രേസ്യേച്ചി, എന്താ ഇവിടെ നടക്കണേ? മോൻ പൊക്കോ. ത്രേസ്യ ചുറ്റും നോക്കി. കണ്ടില്ലേ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം. നിങ്ങൾക്ക് നാട്ടിലാരുമില്ലേ? ഇവിടെ എന്തിനാ ഇവർക്കൊപ്പം ജീവിക്കണത്? ഇവിടെ എല്ലാരും അങ്ങനെയാണ് സാറേ. ചോദിക്കാനും പറയാനും ആരുമില്ല. ഞാനും ആൻസി അടക്കം 9 പെണ്ണുങ്ങളാ കഴിയണത്. ചാവാതിരിക്കാൻ എന്തേലും ആ ജോൺകുട്ടി കൊണ്ടുവന്ന് തരും. അതാണ് പണിയുടെ കൂലി. അല്ലാതെ ഒരു 10 രൂപ പോലും ഞങ്ങൾക്കാരും തരില്ല. പിന്നെ എന്തിനാ ഇവിടെ കഴിയണത്? ഇവിടുന്ന് പോയിക്കൂടെ? സാറേ, പറയാനാണേ ഒരുപാടുണ്ട്. എന്നാ പറഞ്ഞാല് ചിലപ്പോൾ നാളെ ഞങ്ങളുടെ ശവം ഈ കാട്ടിലെ കുറുക്കന്മാര് തിന്നും. സാർ ആരോടും പറയരുത്. ഈ ജോലി വേണ്ട സാറേ. രക്ഷപ്പെട്. ഞങ്ങളിവിടെ പെട്ടുപോയി. എന്റെ മോൻ രക്ഷപ്പെടാൻ നോക്ക്. ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കണ്ട. മോൻ പൊയ്ക്കോ. അവർ ഒരമ്മയുടെ വാത്സല്യത്തോടെ വിതുമ്പാൻ തുടങ്ങി. എന്താണ് നിങ്ങൾക്കൊക്കെ സംഭവിച്ചത്? അതൊരുപാട് പറയാനുണ്ട്. ഞാൻ കേൾക്കാം. പേടിയാണ് മോനെ. എങ്കിലും പറയാം. പക്ഷേ മോൻ ചേച്ചിക്ക് വാക്ക് തരണം. ഇവിടെ ഒന്നും പോകുമെന്ന്, എത്രയും വേഗം ഈ ജോലി വിട്ടു പോകുമെന്ന്. മോന് ജീവിക്കാൻ പറ്റിയ മണ്ണല്ലിത്. ഞാൻ പോകാം. പക്ഷെ നിങ്ങൾ ആടുമാടുകളെ പോലെ ഇവിടെ കഴിയാൻ എന്താണ് കാരണമെന്ന് എനിക്കറിയണം ചേച്ചി. പറയാം. അയാൾ പുറമേ മാന്യനായ ആ മൃഗമാണ് എല്ലാറ്റിനും കാരണം. ജോർജീപ്പൻ. അയാളാണ് ഞങ്ങളെ ഇങ്ങനെയാക്കിയത്. ജോർജീപ്പൻ സാറോ? അതെ, അയാള് തന്നെ. ആ ജോൺകുട്ടി ഡ്രൈവർ മാത്രല്ല, അയാളുടെ സഹായിയാണ് മോനെ. ഈ എസ്റ്റേറ്റും ബംഗ്ലാവും ഒക്കെ ജോൺകുട്ടിയുടെ പേരിലാണ് വാങ്ങിയിട്ടുള്ളത്. ചേച്ചി എങ്ങനെ ഇവിടെ എത്തിയത്? ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് ജോലി തരുമെന്നും അവരെ സഹായിക്കുമെന്നും അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ടിവിക്കാര് ഒരു മുതലാളിയെ എന്റെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഞങ്ങളെ അയാൾ ഈ എസ്റ്റേറ്റിലേക്ക് ജോലിക്ക് കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോ പല നാട്ടിൽ നിന്നും വന്ന എന്നെപ്പോലെയുള്ള ആളുകളെ ഞാൻ കണ്ടു. അവരുടെ എല്ലാം പെൺമക്കള് പ്രായപൂർത്തിയായതായിരുന്നു. 15ഉം 17ഉം വയസ്സുള്ളവര്. എന്റെ കൂടെ മോനും മോളും ഉണ്ടായിരുന്നു. അന്ന് ആൻസി മോള് കുഞ്ഞാണ്. എന്റെ മോൻ ആൻഡോയ്ക്ക് അന്ന് 17 വയസ്സ് പ്രായമുണ്ടാവും. കുറച്ചു ദിവസം ഞങ്ങൾക്ക് ഈ വീട്ടില് ഒന്നിനും ഒരു അല്ലലില്ലായിരുന്നു. പിന്നീടാണ് അത് കൊല്ലാൻ പോകുന്നതിന് മുമ്പ് കോഴിക്ക് കൊടുക്കുന്ന ചോറാണെന്ന് മനസ്സിലായത്. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയോളെയും സംശയം തോന്നാതിരിക്കാൻ എന്റെ മോനെയും ജോലി നൽകാന്ന് പറഞ്ഞ് ദുബായിക്ക് കൊണ്ടുപോയി. ദുബായിക്കാണെന്നാ പറഞ്ഞത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ ഒരു വിവരവുമില്ല. ഇപ്പൊ ആൻസിക്ക് പ്രായമായപ്പോ അവളെയും കൊണ്ടുപോകുന്നു പറയുന്നുണ്ട്. എന്റെ മോൻ, അവൻ എവിടെയാണെന്ന് അറിയില്ല. പേടിയാണ് മോനെ. എനിക്ക് ഇവളെയെങ്കിലും രക്ഷിക്കണം. നിങ്ങൾക്ക് ആരെയും വിളിച്ച് അന്വേഷിക്കാൻ പറ്റിയില്ലേ? ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഫോണെല്ലാം പിടിച്ചു വാങ്ങി. അല്ലെങ്കിലും കറണ്ടില്ലാത്ത ഈ വീട്ടില് ഫോൺ കിട്ടിയിട്ട് എന്ത് കാര്യം? ഈ ജോർജീപ്പൻ ഇത്രയ്ക്ക് ക്രൂരനാണോ? ഇതിൽ കൂടുതലാണ്. പിന്നീടാണ് തോട്ടത്തിലെ ചിലര് പറഞ്ഞ് മറ്റൊരു കാര്യം അറിഞ്ഞത്. എന്ത് കാര്യം? അയാള് സമൂഹവിവാഹം നടത്തുന്നു. അനാഥ പെൺകുട്ടികളുടെ കല്യാണം നടത്തുന്നു. പെൺകുട്ടികളെ കല്യാണം കഴിച്ചവരെല്ലാം അയാളുടെ ആൾക്കാരായിരുന്നു. ആ പെൺകുട്ടികളെ എവിടേക്കോ കൊണ്ടുപോയെന്ന്. അനാഥരായതുകൊണ്ട് ആരും ചോദിച്ചില്ലത്രേ. പാവം കുട്ടികള്. ത്രേസ്യ വിതുമ്പി. മോനിതൊന്നും ആരോടും പറയരുത്. മോനെ കാത്തിരിക്കാൻ വീട്ടിൽ ആളുണ്ട്. ഞങ്ങളെപ്പോലെയല്ല. എനിക്ക് ചേച്ചിയുടെ മോന്റെ അഡ്രസ്സ് വേണം. പേര്, അച്ഛന്റെ പേര്, വീട്ടുപേര്, സ്ഥലം അത്രയെങ്കിലും പറ. ഞാൻ അന്വേഷിക്കാം. ത്രേസ്യ പറഞ്ഞു കൊടുക്കുന്നത് ദേവൻ മൊബൈലിൽ കുറിച്ചു വെച്ചു. ഞങ്ങളുടെ ജീവിതം ഇവിടെ കുരുങ്ങി. 8 വലയിൽ കുരുങ്ങി ഈച്ചകളെ പോലെ. 8 വലയാൽ ഞങ്ങളെ പൊതിഞ്ഞു. ഇനി വിശക്കുമ്പോ ഞാനും എന്റെ കൂടെയുള്ളവരും അതിന് ഭക്ഷണാവും. തേങ്ങലിനിടയിൽ ദയനീയതയോടെ ത്രേസ്യ മുഖത്തൊരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചു. മോൻ പൊയ്ക്കോ. പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ചേക്ക്. മോൻ എന്നെ അന്വേഷിച്ചു വന്നല്ലോ. ചേച്ചിക്ക് സന്തോഷായി. ത്രേസ്യ
കണ്ണുകൾ അടച്ചു. ദേവൻ അവിടെ നിന്നും പുറപ്പെട്ടു. വീട്ടിലെത്തുന്ന ആ ദൂരം മുഴുവൻ തന്നെ ഇന്റർവ്യൂ ചെയ്ത ജോർജീപ്പന്റെ മുഖമാണ് മനസ്സിൽ തെളിഞ്ഞു നിന്നത്. വീട്ടിലെത്തിയപ്പോൾ രമ പണിയെല്ലാം കഴിഞ്ഞ് ദേവനെ കാത്തു നിൽക്കുകയാണ്. സാറ് ഞങ്ങളുടെ വീട് കണ്ടില്ലേ? കണ്ടു. നിങ്ങൾക്ക് മകളുണ്ടായിരുന്നോ? സാറെല്ലാം അറിഞ്ഞോ? അറിഞ്ഞു. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഞാൻ നിങ്ങളോട് സംസാരിച്ച കാര്യം ആരോടും പറയരുത്. ഇല്ല, പേടിയാ സാറേ. ഞങ്ങളൊന്നും ആരോടും പറയാറില്ല. രമ പോയപ്പോൾ ചായ കുടിച്ച് ദേവൻ ഓർത്തത് ജോൺകുട്ടിയെയാണ്. അപ്പോ ജോൺകുട്ടിയുടെ പേരിലാണല്ല. അയാളെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. നരകത്തിലാണ് താൻ വന്നുപെട്ടിരിക്കുന്നത്. ഇവിടെ നിന്നും എത്രയും വേഗം നാട്ടിലെത്തണം. കരാറിൽ ഒപ്പിട്ടതുകൊണ്ട് നഷ്ടപരിഹാരം ജോർജീപ്പൻ ആവശ്യപ്പെടും. എത്രയായിരിക്കും അയാൾ ആവശ്യപ്പെടുക? അത് കൊടുക്കാൻ തനിക്ക് കഴിയുമോ? കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേർ ദേവന്റെ അടുത്തേക്ക് വന്നു. ആരോ കരിയിലകൾ ചവിട്ടിക്കൊണ്ടുവരുന്ന കാൽപെരുമാറ്റം കേട്ട് ദേവൻ തിരിഞ്ഞു നോക്കി. ഉണ്ണിയും വാസുവും. എന്താ സാറേ ഒരു ആലോചന? അങ്ങനെയൊന്നുമില്ല, നാട്ടിലെ ഓരോ കാര്യങ്ങൾ ഓർത്തോണ്ടിരുന്നതാ. സാറിന് അത്യാവശ്യം പഠിപ്പൊക്കെ ഇല്ലേ? ഈ കാട്ടിൽ വന്ന് കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്തായാലും കിടന്നുപോയില്ലേ, ഇനിയൊന്ന് എഴുന്നേൽക്കണം. പൊയ്ക്കോ സാറേ, ഇതൊരു നശിച്ച സ്ഥലാ. ഇവിടെ നിന്നാ വഴി പഴിച്ചു പോവും. ഉണ്ണിയേട്ടൻ ഈ സ്ഥലത്തെക്കുറിച്ച് ശരിക്കും അറിയോ? സാറെന്താ ഉദ്ദേശിക്കണേ? ഈ സ്ഥലത്തെ കൃഷിയെക്കുറിച്ചും വഴികളെക്കുറിച്ചുമാണോ? അല്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ച് അറിയാമോ? സാറിനറിയാമോ? ചിലതൊക്കെ. എങ്കിൽ അങ്ങനെ ചിലതൊക്കെ എനിക്കും അറിയാം. നിങ്ങൾക്ക് വീട്ടിൽ പോയിക്കൂടെ? ഇവിടെ ഇനിയും നിൽക്കണോ? പോകണമെന്ന് ആഗ്രഹമുണ്ട് സാറേ. എന്നാൽ പോകാൻ അനുവാദം വേണം. എനിക്കിതുവരെ അത് കിട്ടിയിട്ടില്ല. അനുവാദം കിട്ടാതെ പോയാൽ ചിലപ്പോ വേണ്ട. ഞാൻ അധികം സംസാരിച്ച ശരിയാവില്ല. ഉണ്ണിയേട്ടാ, ഞാൻ നിങ്ങളെ ഒരേട്ടനായാണ് കാണുന്നത്. അറിയുന്ന വല്ല കാര്യമുണ്ടെങ്കിൽ എന്നോട് പറയൂ. ഞാൻ ആരോടും പറയില്ല. ഉണ്ണി വാസുവിനെ നോക്കി. വാസു, നീ പൊയ്ക്കോ. രണ്ടുപേരും കൂടി ഇവിടെ വന്നാൽ ശരിയാവില്ല. പിന്നെ ആ ജോൺകുട്ടി ചോദിച്ചാ എന്തെങ്കിലും പറഞ്ഞേക്ക്. ഇവിടെയാണെന്ന് പറയണ്ട. വാസു പോയതോടെ ഉണ്ണി വീട്ടിലേക്ക് കയറിയിരുന്നു. അടിമയെപ്പോലെ ജീവിച്ച് മതിയായില്ലേ ഉണ്ണിയേട്ട നിങ്ങൾക്ക്? എന്റെ കാര്യമൊക്കെ എത്ര ഭേദം. ആ ത്രേസ്യേച്ചിയുടെയും കൂടെയുള്ള പെണ്ണുങ്ങളുടെയും കാര്യമാണ് കഷ്ടം. എനിക്കെല്ലാം മനസ്സിലായി ഉണ്ണിയേട്ടാ. ഞാൻ അവിടെ പോയിരുന്നു. പാടില്ലായിരുന്നു. പോയത് അബദ്ധമായിപ്പോയി സാറേ. പോകാതിരിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. നാട്ടിൽ പോകാൻ എനിക്ക് ആഗ്രഹമില്ലാതല്ല, അനുവാദമില്ല. അനുവാദമില്ലാതെ ഇവിടെ നിന്ന് ആര് പോയാലും അവരുടെ വീട്ടുകാരെ കൊന്നുകളയും എന്നാണ് പറയണത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ആരോടും പറയില്ലെന്ന് ഞാൻ 100 തവണ ജോൺകുട്ടിയോട് പറഞ്ഞു. കേട്ടില്ല. അയാൾക്ക് അയാളെപ്പോലും വിശ്വാസമില്ല. അപ്പോ നിങ്ങളുടെ വീട്ടുകാർക്ക് പോലീസിൽ പരാതി കൊടുത്തൂടെ? ജോർജ് സാറിനെക്കുറിച്ച് സാറിനൊന്നും അറിയില്ല. പോലീസിന്റെ തലപ്പത്തുള്ളവരും പാർട്ടി നേതാക്കന്മാരും ഒക്കെ അയാളുടെ കൂടെയാ. പരാതി പറയാൻ പോയാ വീട്ടുകാർ തിരിച്ച് വീട്ടിലെത്തുന്ന ഉറപ്പില്ല. എല്ലാം സഹിക്കാം. പക്ഷെ എത്രയെത്ര പെൺകുട്ടികളെയാ അയാൾ ഓരോരോ രാജ്യത്തേക്ക് കയറ്റി അയച്ചത്. ഇത് ഇത്ര എളുപ്പത്തിൽ എങ്ങനെയാ നടക്കുന്നേ? അയാളുടെ പേരില് അനാഥാലയങ്ങളുണ്ട്. 13 വയസ്സുവരെ പെൺകുട്ടികളെ അവിടെ വളർത്തും. അത് കഴിഞ്ഞാൽ വിൽക്കും. ഒരു പട്ടിയും ചോദിക്കില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുവോ? ഇതിലപ്പുറം നടക്കും. പണക്കാർക്കാർക്കെങ്കിലും കണ്ണോ കിഡ്നിയോ ഹാർട്ടോ വേണമെങ്കിൽ അതും ഈ ചെകുത്താൻ ഏർപ്പാടാക്കി കൊടുക്കും. ആ ത്രേസ്യേച്ചിയുടെ കൂടെയുള്ള പെണ്ണുങ്ങളിൽ 2 പേർക്ക് ഓരോ കിഡ്നിയില്ല. അവരെ കൊല്ലാതിരുന്നത് സഹതാപം കൊണ്ടല്ല. ഒരിക്കൽ അവരുടെ അടുത്ത കിഡ്നിക്കും ആവശ്യക്കാരുണ്ടാവും. അതോടെ തീരും. എന്റെ കിഡ്നി ലിവറും ഒന്നും അവറ്റോൾക്ക് പറ്റില്ല. അതൊക്കെ ഞാൻ കുടിച്ചും പുകച്ചും ശരിപ്പെടുത്തി വെച്ചു. അതും പറഞ്ഞ് അയാൾ ഉറക്കെ ചിരിച്ചു. എങ്കിലും ആ ചിരിയിൽ ഒരു മരണഭയം നിഴലിച്ചിരുന്നു. പക്ഷേ സാറ് സൂക്ഷിക്കണം. എത്രയും വേഗം രക്ഷപ്പെടാൻ നോക്ക് സാറേ. ഞാൻ പോവാ. ഉണ്ണി പോയപ്പോൾ ദേവൻ വീണ്ടും ചിന്തയിലാണ്ടു. എത്ര പെട്ടെന്നാണ് താനൊരു ഉദ്യാനത്തിൽ നിന്നും ശ്മശാനത്തിലേക്ക് എടുത്തെറിയപ്പെട്ടത്. എന്തൊരു വലിയ കെണിയാണിത്. ഇവിടെ നിന്ന് 6 മാസം കഴിഞ്ഞാലും താൻ മോചിതനാകുമെന്ന് ഉറപ്പില്ല. ജോൺകുട്ടി ജോർജീപ്പനെ ഇന്ന് നടന്നതെല്ലാം അറിയിച്ചു കാണും. വളർത്തുമൃഗങ്ങളെപ്പോലെ അയാൾ എല്ലാവരെയും വളർത്തുകയാണ്. മനുഷ്യരുടെ ഒരു ഫാമാണിത്. ആവശ്യങ്ങൾക്ക് വേണ്ടി ഊഴം കാത്തു കിടക്കുന്ന ബലിയാടുകളാണ് ഇവിടെ മനുഷ്യർ.
അവിടെ ഞാനും ഒരു ബലിയാടാകാൻ പോവുകയാണോ? വളരെയേറെ ശ്രദ്ധിക്കണം. ഇവിടെ നിന്നും രക്ഷപ്പെട്ടേ മതിയാവൂ. 6 മാസം പോയിട്ട് 1 മാസം പോലും ഇവിടെ നിൽക്കാൻ കഴിയില്ല. വൈകിട്ട് നെറ്റ്വർക്ക് സിഗ്നൽ കിട്ടാൻ ദേവൻ എസ്റ്റേറ്റ് ഗേറ്റിനടുത്തേക്ക് പോയി. ബില്ലുകൾ ജോർജ് ഈപ്പന് മെയിൽ ചെയ്തു. വീട്ടിലേക്ക് വിളിച്ച് അമ്മയുമായി സംസാരിച്ചു. ദേവന്റെ സംസാരത്തിലെ ഇടർച്ച അമ്മ സുഭദ്ര തിരിച്ചറിഞ്ഞു. എങ്കിലും ദേവൻ അവരോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ആ സമയത്താണ് അപ്രതീക്ഷിതമായി ജോർജ് ഈപ്പൻ ദേവനെ ഫോൺ ചെയ്യുന്നത്. ഗുഡ് ഈവനിങ് യങ് മാൻ. ഹൗ ആർ യു ദേവൻ? സുഖല്ലേ? അതെ, സുഖമാണ്. പിന്നെ ദേവനോടൊരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ദേവന്റെ ജോലി എന്താണോ അത് മാത്രം ദേവൻ ചെയ്യുക, മനസ്സിലായോ? ഇത് ക്രൂരമാണ്. ഓ, അപ്പോ ജോൺകുട്ടി പറഞ്ഞത് സത്യം തന്നെ. നീ നല്ല ഉശിരുള്ള ആൺകുട്ടിയാണല്ലോ. നല്ല മുട്ടനാടുകൾക്ക് വലിയ കൊമ്പൊക്കെ കാണും. പക്ഷേ ബിരിയാണിയാകാനാണ് വിധി എന്ന് പറഞ്ഞതുപോലെയാണ് ചിലരുടെ കാര്യം. ദേവൻ, എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ്. ഈ പ്രായം, അതിന്റെ ഗുണം ഒരിക്കലും പിന്നീട് കിട്ടില്ല. ഇനിയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കി നല്ല പോലെ ജീവിക്കണ്ടേ ദേവന്? അമ്മയെ നോക്കണ്ടേ? അനിയത്തി, മുത്തശ്ശി, ഇവർക്കെല്ലാം ആകെയുള്ളത് നീ മാത്രമാണ്. പിന്നെ നിന്റെ മീനാക്ഷി, അവളെ നിനക്ക് കെട്ടണ്ടേ? ഇതിനെല്ലാം പണം വേണ്ടേ? നിന്നെ ഞാൻ നാട്ടിൽ നിന്നും കൊണ്ടുപോവാം. എന്റെ ഫ്രണ്ടുണ്ട് US-ൽ. അവൻ നിനക്ക് നല്ലൊരു ജോലി നൽകും. ഒരൊറ്റ വർഷം കൊണ്ട് നിനക്ക് ആശിച്ചതെല്ലാം സ്വന്തമാക്കാം. എന്തു പറയുന്നു? എനിക്ക് നിങ്ങളുടെ ആ ജോലി വേണ്ട. ഇവിടുത്തെ ജോലിയും വേണ്ട. ഓക്കെ, ഫൈൻ, ഓക്കെ. 6 മാസത്തിന് ശേഷം നിനക്ക് പോകാം. അതിനു മുൻപേ ഞാൻ പോകും. പോകാൻ തിരക്കാണേൽ പോകാം. റിലാക്സ്. ദേവന്റെ പ്രായം 28 ജീവിക്കാനായാലും മരിക്കാനായാലും നല്ല പ്രായം. ജീവിക്കണോ മരിക്കണോ എന്ന് ദേവന് തീരുമാനിക്കാം. നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണോ? ഇവിടെ പോലീസ് നിയമമൊക്കെയുണ്ട്. ഉണ്ടോ? യെസ് 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 ഉണ്ട്. ബട്ട് ദേവൻ, എന്റെ പേര് കേട്ടാൽ ഈ പോലീസ് നിയമമൊക്കെ വിറയ്ക്കും. അത് കാണാൻ തന്നെ രസമാണ്. എന്താ, നിനക്ക് സംശയമുണ്ടോ? എനിക്കിവിടെ ഒന്ന് പോയേ പറ്റൂ. ഡോണ്ട് വറി ദേവൻ, ഞാൻ അടുത്ത് തന്നെ പുതിയൊരാളെ നോക്കുന്നുണ്ട്. അയാൾ വന്നാലുടനെ ദേവന് പോകാം. റിലാക്സ്, റിലാക്സ്. പിന്നെ നിനക്കെന്റെ ഫ്രണ്ടിന്റെ കൂടെ US-ൽ കഴിയാം, വിത്ത് ഫാമിലി. US-ലുള്ള ആൾക്ക് എന്താണ് വേണ്ടത്? എന്റെ കിഡ്നിയോ ഹാർട്ടോ? ഓ, എല്ലാം നീ വിശദമായി പഠിച്ചു കഴിഞ്ഞല്ലോ. വെരി ഗുഡ്. ഇനി നീ കൂട്ടിലടച്ച തത്തയെ പോലെ അവിടെ കഴിയും. നിന്നെ എവിടേക്കാണ് കൊണ്ടുപോകേണ്ടതെന്നും എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നും എനിക്കറിയാം. നിങ്ങൾക്കതാവില്ല. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരുപാട് പേരുടെ ശാപമുണ്ട്. എന്നും നിങ്ങൾ ജയിക്കില്ല, ഓർത്തോ? എന്താ ദേവൻ ജയവും തോൽവിയും? എവറിത്തിങ് ഈസ് ബിസിനസ്. ലോകത്തിൽ മനുഷ്യരുടെ വികാരങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം ഈ ബിസിനസ് വളരും. എന്റെ ആസ്തി ഓരോ ദിവസവും ഇരട്ടിക്കും. നിനക്കറിയാമോ ലോകത്തിലെ നമ്പർ 1 ബിസിനസ് ഏതാണെന്ന്? അത് സ്വർണമോ മയക്കുമരുന്നോ ഒന്നുമല്ല, പെണ്ണ്. അതെ, എന്നെ സംബന്ധിച്ച് സ്ത്രീ എന്ന് പറഞ്ഞാൽ എല്ലാ സീസണിലും ഡിമാൻഡുള്ള ഹൈലി പ്രോഫിറ്റബിൾ കമ്മോഡിറ്റി. മറ്റുള്ള ബിസിനസ്സുകളെല്ലാം ഇതിന്റെ മറകൾ മാത്രമാണ്. എന്റെ കൂടെ നിന്നാൽ നിനക്കും മറ്റൊരു ജോൺകുട്ടിയാകാം. അവന്റെ മാസവരുമാനം 1 ലക്ഷം രൂപയാണ്. എന്താ ദേവാ, ഒരു കൈ നോക്കിയാലോ? ജോർജീപ്പൻ ഫോൺ കട്ട് ചെയ്തു. ദേവൻ നിരാശനായി വീട്ടിലേക്ക് നടന്നു. വണ്ടിയെടുത്ത് സ്ഥലമിടുന്നതാണ് ബുദ്ധി. ഇനിയും നിന്നാൽ കൂടുതൽ അഴുക്കിലേക്ക് താൻ വീണുപോകും. ഈ നിമിഷം തന്നെ പോണം. പോയേ പറ്റൂ. രാത്രി ഭക്ഷണം കഴിക്കാൻ ദേവന് തോന്നിയില്ല. ആ സമയത്താണ് ജോൺകുട്ടി വണ്ടിയുമായി ചീറിപ്പാഞ്ഞു വന്നത്. വായോ, ഇറങ്ങി വായോ, നീ പേടിക്കണ്ട. ജോൺകുട്ടി വണ്ടിയിലേക്ക് നോക്കിയാണത് പറഞ്ഞത്. വണ്ടിയിൽ നിന്നും മുല്ലപ്പൂ ചൂടിക്കൊണ്ടൊരു സ്ത്രീ ഇറങ്ങി. ജോൺകുട്ടി ദേവന്റെ അടുത്തേക്ക് വന്നു. ഇവളെ എന്റെ വകയിലൊരു അമ്മായിയുടെ മോളാ. എന്നെ കാണാൻ വന്നതാ. ഇരുട്ടായി. തൽക്കാലം ഇന്ന് ഞങ്ങൾ ഇവിടെ അങ്ങ് കഴിയാം. സാറിനൊരു കൂട്ടുമായി. പറ്റില്ല. എന്താ സാറേ ഈ പറയണത്? ഇന്നലെ തന്റെ വെള്ളോടി ഞാൻ സഹിച്ചു. പക്ഷെ ഈ പരിപാടി അത് നടക്കില്ല. ഏത് പരിപാടിയാ സാറേ? ഇവളെന്റെ അമ്മായിയുടെ മോളാന്നേ, അല്ലയോടി? ജോൺകുട്ടി ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി. അതേനേ, ഈ സാറെന്താ ഇങ്ങനെ? അവൾ ദേവനെ നോക്കി ചുണ്ടുകടിച്ചു. രണ്ടും ഇപ്പൊ ഇറങ്ങിക്കോണം. ഇറങ്ങാൻ. ഒച്ച വെക്കണ്ട, ഇറങ്ങാം. ജോൺകുട്ടി സ്ത്രീയുടെ കയ്യും പിടിച്ച് മുറ്റത്തിറങ്ങി. എന്നാൽ അടുത്ത നിമിഷം അയാൾ വണ്ടിയിൽ നിന്നും ഒരൊറ്റക്കുഴൽ നാടൻ തോക്കെടുത്ത് പുലിയെപ്പോലെ വീടിനുള്ളിലേക്ക് ചാടിക്കയറി.
ദേവന്റെ നെഞ്ചിന്റെ തുടിപ്പിൽ തോക്കിൻകുഴൽ അമർന്നു. എന്നതാടാ കൊച്ചനെ, പേടിച്ചു പോയോ? നിന്നേക്കാൾ വലിയ പുള്ളിയായിരുന്നു നെൽസൺ. പക്ഷെ അവന്റെ നെഞ്ചിന് ഇത്രയും വിരിവുണ്ടായിരുന്നില്ല. ആള് നമ്മുടെ ചങ്ങാതിയായിരുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ടായി. അവൻ ഇവിടെ നടക്കുന്നതൊക്കെ പുറത്തറിയിക്കണം. പിന്നെ ഞാൻ എന്നാത്തിനാ ഇവിടെ ആണാണെന്ന് പറഞ്ഞ് കഴിയണത്? തീർത്തു. ഒരു കണക്കും ബാക്കി വെക്കാതെ തീർത്തു. ഈ കൈകൾ കൊണ്ട്. പിറ്റേ ദിവസം പാവം ഒരു തെരുവുപട്ടിയെ തല്ലിക്കൊല്ലാൻ ഞാനും കൂടി. മാറി നിൽക്കടാ. ദേവനെ തള്ളി മാറ്റിക്കൊണ്ട് ജോൺകുട്ടി ആ സ്ത്രീയുമായി മുറിയിൽ കയറി കതകടച്ചു. അകത്തുനിന്നും കാമത്തിന്റെ സീൽക്കാരങ്ങൾ കേട്ടുകൊണ്ട് ഹാളിൽ നിൽക്കുന്ന ദേവൻ. ജോൺകുട്ടിയെ കൊല്ലാനാണ് സത്യത്തിൽ ദേവന് തോന്നിയത്. എന്നാൽ അയാളുടെ കയ്യിൽ തോക്കുണ്ട്. മാത്രമല്ല, മനസ്സിലാക്കിയിടത്തോളം മനുഷ്യരെ കൊന്ന അറപ്പ് മാറിയവനായിരിക്കും ജോൺകുട്ടി. കുറച്ചു സമയം കഴിഞ്ഞ് ജോൺകുട്ടിയും സ്ത്രീകളും പുറത്തിറങ്ങി. ജോൺകുട്ടി ടീപ്പോയിലെ ജഗ്ഗിലെ വെള്ളം വായിലേക്ക് കമിഴ്ത്തി. താക്കീതെന്നോണം ദേവന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ജോൺകുട്ടി ആ സ്ത്രീയുമായി വണ്ടിയിൽ കയറി പാഞ്ഞുപോയി. ദേവന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. ആദ്യമായാണ് ദേവൻ മറ്റൊരാണിന്റെ മുൻപിൽ നിസ്സഹായനായി അടിയറവ് പറയുന്നത്. ദേവൻ ടീപ്പോയിലെ ജഗ്ഗെടുത്ത് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. ചില്ലുകൊണ്ടുണ്ടാക്കിയ ജഗ്ഗ് 1000 കഷ്ണങ്ങളായി ചിതറിത്തെറിച്ചു. മുറിയിൽ കയറിയ ദേവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തന്റെ കിടക്കയിൽ ഞെരിഞ്ഞമർന്ന് ചിതറിക്കിടക്കുന്ന മുല്ലപ്പൂക്കളെ ദേവൻ അറപ്പോടെയും വെറുപ്പോടെയുമാണ് നോക്കിയത്. കിടക്ക കുടഞ്ഞു വിരിച്ചിട്ടും മുല്ലപ്പൂവിന്റെയും വിയർപ്പിന്റെയും ഗന്ധം ആ മുറി വിട്ടു പോയിട്ടില്ലായിരുന്നു. ദേവൻ അവിടെ നിന്നും എഴുന്നേറ്റ് ഹാളിൽ വന്നു കിടന്നു. ഉറങ്ങാൻ ശ്രമിച്ചു. എന്നാൽ മനസ്സിൽ എരിയുന്ന തീയാണ്. ഇനി എന്തിനു കാത്തിരിക്കണം? ആർക്കു വേണ്ടി കാത്തിരിക്കണം? എത്രയും വേഗം ഇവിടെ നിന്നും പോകണം. എന്നാൽ ഈ രാത്രി പോകുന്നത് അപകടമല്ലേ? ഇന്നുകൂടി ഇവിടെ കഴിയാം. നേരം വെളുക്കട്ടെ. ബാക്കിയെല്ലാം അതിനുശേഷം തീരുമാനിക്കാം. ദേവൻ അറിയാതെ മയങ്ങിപ്പോയി. 12 മണി കഴിഞ്ഞതോടെ പട്ടികളുടെ നിർത്താതെയുള്ള ഓരിയിടൽ തുടങ്ങി. ദേവൻ ഉറക്കത്തിൽ ആണ്ടുപോയിരിക്കുന്നു. അയാളുടെ മുറിയിൽ വല്ലാത്ത തണുപ്പും സുഗന്ധവും നിറഞ്ഞിരിക്കുന്നു. ദേവൻ ഗാഠനിദ്രയിലാണ്. ഇരുട്ടിലൂടെ ദേവന്റെ മനസ്സ് ഒരു പ്രകാശബിന്ദുവിലേക്ക് അടുക്കുകയാണ്. ആരാണ്? ഞാൻ റബേക്ക. എന്തിനിവിടെ വന്നു? ഇഷ്ടം കൊണ്ട്. നീ എന്നെ ഉപദ്രവിക്കുവോ? മനസ്സിൽ നന്മയുള്ള മനുഷ്യരെ ഞാൻ ഉപദ്രവിക്കാറില്ല. നീയാണോ ആ പനിനീർപ്പൂവിന്റെ ഉടമ? അതെ, അത് ഞാൻ തന്നെ. ഞാനെങ്ങനെ വിശ്വസിക്കും? നാളെ ഒന്നിനു പകരം 2 പനിനീർപ്പൂക്കളുണ്ടാവും. അപ്പോൾ വിശ്വാസമാകുമല്ലോ. ആകും. ഇപ്പോൾ പോകൂ. എനിക്ക് നിന്നെ ഭയമാണ് റബേക്ക. എന്നെ ഭയക്കേണ്ടതില്ല. ജീവിച്ചിരിക്കുന്നവരെ പോലെ മനസ്സിൽ തിന്മ കൊണ്ട് നടക്കാറില്ല ഞാൻ പോകുന്നു. ദേവൻ കണ്ണുകൾ തുറന്നു. ഹോ, സ്വപ്നമായിരുന്നോ? ദേവൻ വല്ലാതെ വിയർത്തിരിക്കുന്നു. ചില്ല് പൊട്ടിയ ക്ലോക്കിലെ പല്ലി ദേവനെ നോക്കി ചിലച്ചു. തന്റെ മുറിയിൽ അതിനോടകം മനം മയക്കുന്ന സുഗന്ധവും കുളിരും വന്നെത്തിയിരിക്കുന്നു. പക്ഷേ കണ്ടതെല്ലാം സ്വപ്നമാണ്. ഇടറിയ മനസ്സിലാണ് എന്നും ഇത്തരം സ്വപ്നങ്ങൾ സംഭവിക്കുന്നത്. തന്റെ ചിന്തകളുടെ സൃഷ്ടി തന്നെയാണ് ഈ സ്വപ്നം. ആത്മാക്കളെയല്ല, ജീവിച്ചിരിക്കുന്നവരെ തന്നെയാണ് ഭയക്കേണ്ടത്. പിന്നെ ദേവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. മനസ്സിൽ സ്വപ്നവും മുഖം വ്യക്തമല്ലാത്ത ആ വെളുത്ത രൂപവുമായിരുന്നു. വിചിത്രമായ സ്വപ്നം തന്നെ. ജനലഴികളിലൂടെ സൂര്യകിരണങ്ങൾ അകത്തേക്ക് അരിച്ചിറങ്ങാൻ തുടങ്ങി. പേരമരത്തിൽ കുയിലുകൾ ഉല്ലാസത്തോടെ കൂകി വിളിക്കുന്നുണ്ട്. ദേവൻ എഴുന്നേറ്റ് പതിയെ നടന്നുപോയി വാതിൽ തുറന്നു. അതാ ദേവന്റെ ചിന്തകളെ മരവിപ്പിച്ചുകൊണ്ട് അവിടെ ചവിട്ടുപടിയിൽ 2 പനിനീർപ്പൂക്കൾ.